ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കൊടും ചൂടകറ്റുവാൻ വേനൽ മഴ വരുന്നു. ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ വിവിധയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുന്നു. ഇന്ന് പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും എന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നാളെ മുതൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമ്പത്തിക വഞ്ചന, സ്ത്രീത്വത്തെ അപമാനിക്കൽ ഭീഷണി, ഷിയാസ് കരീമിനെതിരെ കേസെടുത്തു. റിയാലിറ്റി ഷോ താരം ഷിയാസ് കരീമിനെതിരെയുള്ള വിദേശ വ്യവസായിയായ യുവതിയുടെ പരാതിയിൽ കേസെടുത്ത പോലീസ്. പാലാരിവട്ടം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംഭവസ്ഥലം കോഴിക്കോടായതിനാൽ കേസ് കോഴിക്കോട് പോലീസിന് കൈമാറും. സ്ത്രീത്വത്തെ അപമാനിച്ചതിനും സാമ്പത്തിക തട്ടിപ്പിനും ഭീഷണിപ്പെടുത്തിയതിനുമാണ് കേസ്. യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. മുണ്ടത്തിക്കോട് ദുരന്തം, 4 പേരുടെ ശരീരഭാഗങ്ങൾ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ 4 പേരുടെ ശരീരഭാഗങ്ങൾ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. അഭിജിത്ത്, വിഷ്ണു, വിനോദ്, ഗിരീഷ്, സുരേഷ് എന്നിവരുടെ ശരീരഭാഗങ്ങളാണ് തിരിച്ചറിഞ്ഞത്. അതേസമയം വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന തൃശൂർ കുണ്ടന്നൂർ സ്വദേശി രാകേഷ് എന്ന 30 വയസ്സുകാരൻ കൂടി ഇന്ന് മരിച്ചു. ഇന്നലെ മരിച്ച എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ജന്മനാട്ടിലെത്തിച്ച് സംസ്കാരം നടത്തി. പതിറ്റാണ്ടുകളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കരാർ, സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയും ന്യൂസിലാൻഡും. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യയും ന്യൂസിലാൻഡും. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നിക്ഷേപത്തിനും വ്യാപാരത്തിനും മാനുഷിക വിഭവങ്ങളും കൈമാറ്റത്തിനും പുതിയ മാനങ്ങൾ നൽകുന്ന ചരിത്രപരമായ കരാറാണ് ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾ ഒപ്പുവച്ചിരിക്കുന്നത്. യുഗങ്ങളിൽ ഒരിക്കൽ മാത്രം സാധ്യമാകുന്ന ഒന്നാണ് ഇത്തരമൊരു കരാറെന്ന് ന്യൂസിലാൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ അഭിപ്രായപ്പെട്ടു. കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും ന്യൂസിലാൻഡ് വ്യവസായ മന്ത്രി ഡോഡ് മക്ലിയുമാണ് കരാറിൽ ഒപ്പുവച്ചത്. വൈദ്യുതി പ്രതിസന്ധി, റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയ വ്യവസ്ഥ പ്രകാരം വൈദ്യുതി വാങ്ങുവാനാകില്ലെന്ന് KEB. ഡേ അഹെഡ് മാർക്കറ്റ് വ്യവസ്ഥയിൽ വൈദ്യുതി ലഭ്യമല്ലെന്നാണ് KEBയുടെ വിശദീകരണം. പ്രതിസന്ധി പരിഹരിക്കുവാൻ 3 സ്വകാര്യ വൈദ്യുതി ഉത്പാദകരെ സമീപിക്കുവാൻ KEB നീക്കം നടത്തുകയാണ്. കേന്ദ്രത്തിൽ നിന്നും 150 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബോർഡ്. പ്രതിസന്ധിയിൽ കോർ കമ്മിറ്റി ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയാണ് തീരുമാനം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. 24 വയസ്സുകാരന്റെ സ്കാനിംഗ് ഫലത്തിൽ വൻ പിഴവ്. യുവാവിന് ഗർഭപാത്രമുണ്ടെന്ന് വിചിത്ര സ്കാനിംഗ് ഫലം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതര പരാതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സ്കാനിംഗിൽ ഗുരുതര പിഴവ്. 24 വയസ്സുകാരനായ യുവാവിന് ഗർഭപാത്രമുണ്ടെന്ന സ്കാനിംഗ് റിപ്പോർട്ടാണ് തെറ്റായി നൽകിയത്. മറ്റൊരു ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് യഥാർത്ഥ വിവരങ്ങൾ പുറത്തറിഞ്ഞത്. തിരിച്ചെത്തി മെഡിക്കൽ കോളേജിൽ ചോദിച്ചപ്പോൾ അധികൃതർ ഒഴിഞ്ഞുമാറി എന്നാണ് ഗുരുതര ആരോപണം. യുവാവ് പരാതിയുമായി എത്തിയപ്പോൾ സ്കാനിംഗ് നടത്താതെ തന്നെ പുതിയ റിപ്പോർട്ട് കൊടുത്ത് സംഭവം വേഗത്തിൽ ഒതുക്കി തീർക്കുവാൻ ശ്രമവും നടന്നു എന്നാണ് ആരോപണം. നിതിൻ രാജിന്റെ മരണം, ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു. പലയിടത്തും സമരക്കാർ ബസ്സുകൾ തടഞ്ഞു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത സംസ്ഥാന വ്യാപക ഹർത്താൽ ആരംഭിച്ചു. വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. തിരുവനന്തപുരത്ത് ഹർത്താൽ അനുകൂലികൾ ബസ് തടഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.